അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅദബൻ കാമിലാ റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ വബിക നസ്തഈൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ദീൻ പഠിക്കാനുള്ള വലിയൊരു അവസരത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. വെള്ളിയാഴ്ച തുടങ്ങിയതായിരിക്കും, വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഉണ്ടാവും അല്ലേ? അൽഹംദുലില്ലാഹ്. കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇന്നലെ ധാരാളം ക്ലാസ്സുകൾ നടത്തിട്ടില്ലേ? ഒക്കെ ഓർമ്മ ഇല്ലേ? അൽഹംദുലില്ലാഹ്. കുറെ കാര്യങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇത് തീരുമ്പോൾക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും, അതേപോലെ തന്നെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഇത് നല്ല കുട്ടികളായി തിരിച്ചു കൊടുത്ത് പോവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്ന വിഷയം സ്വർഗവും നരകവുമാണ്. സ്വർഗം നരകം നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുകയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചോദിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ ആവശ്യമാണ് സ്വർഗം നമുക്ക് ലഭിക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതും നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആവശ്യമാണ്. സ്വർഗം നമുക്ക് ലഭിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നഹ ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്നഹ, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാരാണോ, ഫഖദ് ഫാസ്, അവനാണ് വിജയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുന്ന ഒരു വിഭവം മാത്രമാണ് എന്ന് അല്ലാഹു പറയാൻ. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം പലപ്പോഴും പരലോക ജീവിതം മറന്നുകൊണ്ട് ദുനിയാവിൽ കാണുന്ന പല അലങ്കാരങ്ങളിലേക്ക് മാത്രമായി നമ്മളിങ്ങനെ കണ്ണിട്ട് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്ക് തോന്നുക ഇതാണ് ഏറ്റവും വലിയ ജീവിതം, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ്, ഇവിടെയുള്ള കാണുന്ന സുഖങ്ങളിൽ ആസ്വദിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് ചിലപ്പോൾ അവൻ മനസ്സിലാക്കി പോകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് വളരെ നിസ്സാരമാണ്. പരലോകത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ദുനിയാവിന്റെ ജീവിതത്തെ ഹഖീർ, വളരെ നിസ്സാരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടണം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യണം. അതിന് നമ്മൾ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നടക്കണമെങ്കിൽ, സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ, നരകത്തിൽ നിന്ന് അകറ്റപ്പെടണമെങ്കിൽ അത് നമ്മൾ എന്തെല്ലാം ചെയ്യണം, ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുക്കണം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും വലതുപക്ഷത്തിന്റെ ആളുകൾ, അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ എന്ന് രണ്ടും ഖുർആനിൽ കേട്ടിട്ടില്ലേ? വലതു കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്നവർ, അതേപോലെ തന്നെ ഇടതു കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്നവർ. ആരാണ് വിജയി? അതിൽ സ്വർഗത്തിന്റെ കക്ഷികൾ വലതു കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്നവരാണ്. അതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടില്ലേ? ആർക്കാണ് ഒരായത്ത് പറയാൻ പറ്റുക?
വലത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്നവർ അവർ വിജയികളാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പല ആയത്തുകളുണ്ട്, ആർക്കും പറയാം? ആർക്കും അറിയില്ലേ? ഹാഫിദീങ്ങളുടെ ഇല്ലേ? ആരുമില്ല? കുഴപ്പമില്ല, നോക്കാം. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സൂറത്തുൽ ഹാഖ. സൂറത്തുൽ ഹാഖ കാണാതെ അറിയുന്ന ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ കൈപൊക്ക. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. നഅം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه. ഈ പറയുന്ന കക്ഷികളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കണം, ഈ ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി. ആർക്കാണോ വലത് കൈയിലൂടെ നാളെ പരലോകത്ത് ഗ്രന്ഥം ലഭിക്കുന്നത്, ഫയഖൂൽ, അപ്പോൾ അവൻ പറയും, എന്താ പറയാ? കാരണം പരലോകത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരിക്കും. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടുത്തെ സ്ഥിതിഗതികൾ. അപ്പോ അങ്ങനെ വിഷമിച്ചിരിക്കെ അവന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വലതു ഭാഗത്തുകൂടി വലത്തെ കയ്യിൽ ഗ്രന്ഥം തന്റെ വീട് ലഭിക്കുക എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അങ്ങേയറ്റത്തെ സന്തോഷം കൊണ്ട്, വളരെയധികം സന്തോഷം കൊണ്ട്, കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഏറ്റവും വലിയ ശിക്ഷ. അതിനപ്പുറം ഒരു ശിക്ഷ അല്ല. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് എന്നവന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് അവൻ ആ സന്തോഷം കൊണ്ട് അവൻ പറയുന്ന, ഫയഖൂലു ഹാഉം ഖറഉ കിതാബിയ, കാണുന്ന ആളുകളോടൊക്കെ പറയും, ദാ എന്റെ കിതാബ്, ദാ ഇതൊന്ന് വായിച്ചോക്ക് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുമെന്നാണ്. ഇങ്ങനെ പറയാൻ അവന് കഴിഞ്ഞത് എന്തുകൊണ്ടാ? ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഇതല്ല എന്റെ യഥാർത്ഥ ജീവിതം, മറിച്ച് ഇതിനപ്പുറം പരലോകത്ത് എനിക്കൊരു ജീവിതമുണ്ട്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ പല അമലുകളും പ്രവർത്തനങ്ങളും നമ്മൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി ജീവിച്ചൊരു വ്യക്തിയായിരുന്നു അവൻ. അതുകൊണ്ട് നാളെ പരലോകത്തെത്തുമ്പോൾ വലത് കൈയിലൂടെ അവന് ഗ്രന്ഥം ലഭിക്കുകയും അങ്ങേയറ്റത്തെ സന്തോഷം ഉണ്ടാവുകയും, ആരൊക്കെ കാണുന്നുണ്ടോ കാണുന്നവരോടൊക്കെ എന്റെ കിതാബൊന്ന് വായിച്ചോക്ക് എന്ന് സന്തോഷത്തോടു കൂടി പറയുന്ന. എന്നിട്ട് അവൻ പറയും, ഇന്നി ظننت أني ملاق حسابيه. അവന് വലത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്ന സ്വർഗത്തിന്റെ ആളാവാൻ അവന് കഴിഞ്ഞത് എന്തുകൊണ്ടാ? അവൻ പറയും, ഇന്നി ظننت أني ملاق حسابيه. ഞാൻ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് വിചാരണയുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, പരലോകമുണ്ട്, അവിടെ എൻ്റെ അമലുകൾ വിചാരണ ചെയ്യും. അപ്പൊ അവിടെ എനിക്ക് രക്ഷപ്പെടണം, അതിനെനിക്ക് നന്മകൾ വേണം, നല്ല പ്രവർത്തനങ്ങൾ വേണം. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കി ജീവിച്ചവനായിരുന്നു. അതാ ഇന്നി ظننت أني ملاق حسابيه. ഇങ്ങനെ ഒരു വിചാരണയെ കണ്ടുമുട്ടാനുണ്ട് എന്ന് ദുനിയാവിൽ നിന്നും മനസ്സിലാക്കി അതനുസരിച്ച് നല്ല പ്രവർത്തനങ്ങളുമായി ജീവിച്ച ഒരാളായിരുന്നു ഞാൻ എന്നവൻ പറയാൻ. അതുകൊണ്ട് തന്നെ ഫഹുവ ഫീ ഐശത്തിർ റാദിയ, എല്ലാ നിലക്കും തൃപ്തികരമായ സന്തോഷത്തിന്റെ ഒരു ജീവിതത്തിലേക്ക് അവൻ. എവിടെയാണ് അവൻ ജീവിക്കുന്നത്? ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിന്റെ ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുതൂഫുഹാ ദാനിയ, അതിലെ ഫലവർഗങ്ങളൊക്കെ ഇങ്ങനെ അടുത്തതായിരിക്കും എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് കാണാം. ഈ സ്വർഗത്തിന്റെ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിലെ കട്ടിലിൽ ഇങ്ങനെ ചാരി ഉറങ്ങുന്ന അവസ്ഥയിൽ അവന് വേണ്ട പഴങ്ങൾ അത് അവന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് അടുത്തു വരുമെന്നാണ്. കട്ടിലല്ല, അവൻ ഇങ്ങനെയാ നല്ല സുഖത്തിൽ അവൻ ഇരിക്കുന്ന കട്ടിലിൽ അല്ല അങ്ങനെ ഉറങ്ങി ആ ഇരിപ്പിൽ തന്നെ അവന് വേണ്ട പഴങ്ങൾ എല്ലാം ഇങ്ങോട്ട് അടുത്തു വരുമെന്നാണ്. ഈ പഴങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നിങ്ങൾ ഖുർആനിലും ഹദീസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, സ്വർഗത്തിൽ കള്ളുണ്ട്, അതേപോലെ ഓരോന്നിങ്ങനെ പറയുമ്പോൾ പുഴയുണ്ട്, തോട്ടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പേര് മാത്രമേ. ദുനിയാവില് നമ്മളിപ്പോ എന്ത് തോട്ടം, പുഴ, കള്ള് എന്നൊക്കെ പറയും.
പക്ഷെ ദുനിയാവിലത്തതുപോലെയാണോ അത്? അല്ല, ഒരിക്കലുമല്ല. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സഹാബാക്കളുടെ കൂട്ടത്തില് വലിയ പണ്ഡിതനാണ്, സഹാബിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, ഈ പേരുകളൊക്കെ നമ്മുടെ ദുനിയാവിന്റെ പേരുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിലും, പേരൊക്കെ ദുനിയാവിനെ പോലെ കല്ല്, തോട്ടം, മുന്തിരി, എന്ന് പറയില്ലേ? അപ്പോ പേരില് എന്തുണ്ടാവും? ഒരുമയുണ്ടാവും. പേരിൽ ഒരേപോലെ ആയിരിക്കും, പക്ഷേ ബാക്കി സാധനം ഒരേപോലെയാണോ? ഒരിക്കലും അല്ല. അത്രക്കും അങ്ങേയറ്റത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, വളരെ അങ്ങേയറ്റം ആസ്വദിക്കാവുന്നതായിരിക്കും സ്വർഗത്തിലുള്ളതല്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതും. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ നമ്മോട് പറഞ്ഞത്? ഒരു സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പറഞ്ഞ കാര്യം, അദത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അദത്തു ലിഇബാദിയ സ്വാലിഹീന, സ്വാലിഹീങ്ങളായ സ്വർഗത്തിലെ ആളുകൾക്ക് വേണ്ടി അള്ളാഹു പറയാ, ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് തയ്യാറാക്കി വെച്ചെന്നറിയോ? മാല ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിലും സംഭവിച്ചിട്ടില്ലാത്ത, തോന്നാത്ത രീതിയിലുള്ള അതിമഹത്തായ അനുഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത്, സ്വർഗത്തിലുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ആയത്ത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നയനാനന്തര നമ്മുടെ കണ്ണുകൾ കൊണ്ട് നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാത്ത രീതിയിൽ അത് മറച്ചു വെച്ചതാണ്. നമ്മുടെ കണ്ണിന് വളരെയധികം ആനന്ദം നൽകുന്ന വലിയ അനുഗ്രഹങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു വെച്ചതാണ്. അതൊക്കെ നമുക്ക് ലഭിക്കുന്ന നാളെ സ്വർഗത്തിൽ നിന്നാണ്. അതിനേക്കാൾ അപ്പുറം ഒരു സുഖമുണ്ടാവുകയില്ല. ഇതൊക്കെ സ്വർഗത്തിൽ ലഭിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ആർക്കാ ലഭിക്കുക? വലത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്ന, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന വിചാരത്തോടുകൂടി ദുനിയാവിൽ നല്ല അമലുകൾ ചെയ്ത് ജീവിക്കുന്നവർക്കാണ്. എന്നിട്ട് അള്ളാഹു അവനോട് പറയും, അവൻ സ്വർഗത്തിൽ എല്ലാ നിലക്കും മനസ്സിനൊക്കെ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന സംസാരങ്ങളെ അവിടെ ഉണ്ടാവും. അവനോട് പറയുമെന്ന്, അഖുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ തിന്നുവിൻ, വീണ്ടുവോളം നിങ്ങൾ കുടിച്ചുകൊള്ളുവിൻ. ഈ സ്വർഗത്തിൽ തിന്നലും കുടിക്കലും വിശപ്പുണ്ടായിട്ടാണോ അതോ ദാഹം ഉണ്ടായിട്ടാണോ കുടിക്കുന്നത്? അല്ല, വിശപ്പും ദാഹം അവിടെ ഉണ്ടാവില്ല. പിന്നെ അവിടെ തരുന്ന ഈ ഭക്ഷണവും പാനീയങ്ങളൊക്കെ എന്തിനാ? നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഖിയാമത്ത് നാളിൽ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ഖബറിന് രണ്ടാമത്തെ കാഹളത്തിലെ ഊത്തോടുകൂടി മഹ്ശറ ലോകത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടാൻ. ഈ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ലോകത്ത് ഇന്ന് വരെ ഉണ്ടാവാത്ത വല്ലാത്തൊരു ദാഹമായിരിക്കും. നമുക്കറിയാം, ഇവിടുന്ന് നമുക്ക് കുറച്ചു നേരം വെള്ളം കിട്ടാതെന്നാ, വെള്ളത്തിന് ദാഹിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ നമുക്കറിയാം. വെള്ളം കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത അവസ്ഥയാണ്. ഈ ദുനിയാവിൽ നമുക്ക് ഇതുവരെ ഉണ്ടാവാത്ത അങ്ങേയറ്റത്തെ ദാഹമായിരിക്കും ഖബറിൽ നിന്ന് ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെട്ട് മഹ്ശറ ലോകത്തേക്ക് വരുമ്പോൾ. ആ ദാഹം തീരണമെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഏതാണെന്നറിയാം? ആരാ പറയാ? ഒരു വെള്ളം കുടിക്കണം. ഏതാ? അഹ്സാൻ, തബാറക്കല്ലാഹ്. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നവർ രക്ഷപ്പെട്ടു. അതോടുകൂടി പിന്നെ ഒരിക്കലും അവന് ദാഹല്ല. പിന്നീട് അങ്ങോട്ട് ഒരിക്കലും ദാഹല്ല. പിന്നെ അവന് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന കള്ളാവട്ടെ, മറ്റു എന്ത് പാനീയങ്ങളാവട്ടെ, അതൊക്കെ ആസ്വദിക്കാനാണ്. സ്വർഗത്തിൽ വിശപ്പോ അതോ ദാഹമോ ഒന്നുമില്ല, ഒക്കെ ആസ്വദിക്കാനാണ്, ആനന്ദിക്കാനാണ്. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വെള്ളം കുടിക്കാൻ സാധിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കാത്തവൻ ആരായിരിക്കും? അവർ നിഷേധികളായിരിക്കും, കുഫാറുകളായിരിക്കും, ബിദ്അത്തിന്റെ കക്ഷികളായിരിക്കും. അവർക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയില്ല.
അങ്ങനെ ഈ ദാഹം അവരങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങേയറ്റത്തെ ദാഹമായിരിക്കും. അതാണ് പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, നരകത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചോദിക്കുമ്പോ ദാഹം ശമിപ്പിക്കുന്ന രീതിയിലുള്ള വല്ല പാനീയം അവർക്ക് ലഭിക്കോ? ഒരിക്കലുമില്ല. അവർക്ക് ലഭിക്കാൻ പോകുന്ന ഭീകരമായ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ചില പാനീയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഏതായാലും ഈ ഹക്കിന്റെ ആളോട്, വലതുപക്ഷത്തിന്റെ സ്വർഗത്തിന്റെ ആളോട് കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവിൻ, നിങ്ങൾ കുടിക്കുവിൻ, തിന്നുവിൻ, എന്നാ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവിൻ. എന്താ കാരണം? ദുനിയാവിൽ നിങ്ങൾ ചെയ്തു വെച്ചതിന്റെ ഫലമായി, ദുനിയാവിൽ അള്ളാഹുവെ സൂക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ നല്ല ആളുകളായി ജീവിച്ച് മരിച്ചു പോയാൽ അതിന്റെ കാരണമായി നിങ്ങൾ കുടിക്കുവിൻ, നിങ്ങൾ തിന്നുവിൻ, കുടിക്കുവിൻ, ആസ്വദിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകുകയാണ്. ഇതൊക്കെ ആർക്കാ ലഭിക്കുക? അസ്ഹാബുൽ യമീൻ. അസ്ഹാബുൽ യമീൻ ആരാണ്? അസ്ഹാബുൽ യമീൻ വലതുപക്ഷത്തിന്റെ ആളുകളാണ്. എന്നാൽ താന്തോന്നികളായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ ജീവിക്കാതെ ഹറാമിലൂടെ അങ്ങനെ ജീവിച്ച് മരിച്ചു പോയവനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? അവന്റെ പ്രയാസം, അവന്റെ ദുരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, എന്നാൽ ഇടതു കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്നവർ ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, കാരണം നരകം അവന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നരകത്തിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടണേ എന്ന ചിന്തയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നരകത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അത് പലപ്പോഴും പല ആയത്തുകളും കേട്ടിട്ടുണ്ടാവും. എന്റെ സ്വന്തം കുടുംബത്തെ തരാം, ലോകത്തുള്ള മുഴുവൻ ആളുകളെ അല്ലാഹുവേ ഞാൻ പകരം തരാം, എന്നെ അതിലൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മനുഷ്യൻ പറയുന്ന സംസാരങ്ങൾ ഖുർആനിൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ ലോകത്തുള്ള എല്ലാവരെയും. ഇപ്പൊ ദുനിയാവിൽ നമുക്ക് നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ സഹോദരങ്ങൾ വല്ലാത്ത സ്നേഹമായിരിക്കും. സ്വന്തം മകൻ, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, ആ ഉമ്മാക്ക് വേണ്ടിയല്ല, ഉപ്പാക്ക് വേണ്ടിയല്ല, എന്റെ അനിയന് വേണ്ടി, എന്റെ സഹോദരന് വേണ്ടി എന്ത് ചെയ്യാനും നമ്മൾ റെഡിയായിരിക്കും. എന്ത് ചെയ്യാനും നമ്മൾ റെഡിയായിരിക്കും ദുനിയാവിൽ. പക്ഷെ പരലോകത്ത് അങ്ങനല്ല. പരലോകത്ത് അവിടെ ഉപ്പയെന്നോ ഉമ്മയെന്നോ ഒരു നോട്ടമില്ല. യുബസ്സറൂനഹും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താ യുബസ്സറൂനഹും എന്ന് പറഞ്ഞാൽ? കുടുംബക്കാരെ, ഒരാൾ സ്വന്തം ഉമ്മയെ, ഉപ്പയെ, സഹോദരിയെ, ഭാര്യയെ, ഇങ്ങനെ കുടുംബക്കാരൊക്കെ കാണിക്കപ്പെടുമെന്നാണ്. പക്ഷെ ആ കാണിക്കുന്ന സമയത്ത് എന്താണ് എന്റെ വർത്തമാനം? എനിക്ക് സുഖമാണോ? എന്താണ് എന്റെ അവസ്ഥ എന്ന് ചോദിക്കോ? ഒരിക്കലുമില്ല. സ്വന്തം ഉപ്പ മുമ്പിലുണ്ടാവും. അല്ലെ, ഞാൻ ദുനിയാവിൽ അങ്ങേയറ്റം സ്നേഹിച്ച എന്റെ ഉപ്പ, ഉമ്മ, സഹോദരി, അല്ലെ ഭാര്യ, മക്കളൊക്കെ മുമ്പിലുണ്ടാവും. പക്ഷെ അവരോടൊരു വാക്ക് ചോദിക്കാൻ, എന്താണ് നിന്റെ അവസ്ഥ, എന്താണ് നിന്റെ സ്ഥിതി എന്നൊരു അക്ഷരം ചോദിക്കാൻ അവനവിടെ തയ്യാറാവില്ല. മറിച്ച് അവൻ ഓടിക്കളയുമെന്നാണ്. ദുനിയാവിൽ അങ്ങേയറ്റം നമ്മൾ സ്നേഹിച്ച നമ്മളെ ഉമ്മ, ഉപ്പയെ, സഹോദരന്മാരെ, അല്ലെ ഭാര്യമാരെ, മക്കളെ കാണുമ്പോൾ ഓടിക്കളയുമെന്നാണ്. യുബസ്സറൂനഹും എന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. അപ്പോ അങ്ങേയറ്റത്തെ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അങ്ങനെ ഈ ഇടത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്നവൻ, അവന് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവന് ഖേദിക്കാൻ. അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, ഈ ഗ്രന്ഥം എനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, പറയാ ഇങ്ങനെ ഒരു വിചാരണ ഇല്ലായിരുന്നെങ്കിൽ. ഖാദിയ എന്ന് പറഞ്ഞാൽ മരണം. മുഫസ്സിറുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചത് കാണാം. അൽ മൗത്ത് ലാ ഹയാത ബഅദ, ശേഷം ജീവിതമില്ലാത്തൊരു മരണം. അതാണ് ഖാദിയ എന്ന് പറഞ്ഞാൽ. യാ ലൈതഹാ കാനത്ത്, എന്റെ മരണമായിരുന്നുവെങ്കിൽ. ഖാദിയ എന്ന് പറഞ്ഞാൽ എന്താ? അൽ മൗത്ത് ലാ ഹയാത ബഅദ, ശേഷം ജീവിതമില്ലാത്തൊരു മരണമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവൻ ആഗ്രഹിക്കാൻ. പക്ഷെ കാര്യമുണ്ടോ? ഇല്ല. കാരണം മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു പോയിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വിചാരണ, ഈ വലിയ നരകശിക്ഷ, ഇതെനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നവനിങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഖേദിക്കാൻ. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. ദുനിയാവ് എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഇടതുപക്ഷത്തിന്റെ നരകത്തിന്റെ ആളാവുള്ള കാരണം?
സ്വാഭാവികമായിട്ടും ഈ ദുനിയാവിൽ ആളുകൾ തിന്മയിലേക്ക് അല്ലെങ്കിൽ ദീനിനെ തൊട്ട് പിന്തിരിയാൻ അവനെ പ്രേരിപ്പിക്കുന്ന, ദീനിൽ നിന്ന് അകലാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? സമ്പത്താണ്. അപ്പൊ അവിടുത്തെ അവൻ ഖേദിക്കാൻ. എന്താ അവൻ ഖേദിക്കുന്നത്? മാലിയ, ഓ എനിക്ക് ദുനിയാവിൽ കുറെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, ധാരാളം സമ്പത്തുണ്ടായിരുന്നു, കോടികളുണ്ടാവും, ലക്ഷങ്ങളുണ്ടാവും, പക്ഷെ അതൊന്നും എനിക്കിവിടെ ഒരു ഉപകാരവും ചെയ്യുന്നില്ലല്ലോ. ഈ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ഖബറിൽ നിന്ന് ഭൂമി അതിന്റെ ഭാരം പുറന്തള്ളുമെന്ന് പറഞ്ഞല്ലോ. ഭൂമി അതിന്റെ ഭാരം പുറന്തള്ളും എന്ന് പറയുന്ന തരത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. വലിയ സമ്പത്തുണ്ടല്ലോ, ധനം, സമ്പത്ത്, അത് വലിയ പർവ്വതം പോലെ കുന്നുകൂടി കിടക്കുമെന്നാണ്. അപ്പൊ ഈ സമ്പത്ത് മനുഷ്യൻ കാണുമ്പോൾ അവൻ പറയും, ഓ ഇതിനു വേണ്ടിയാണല്ലോ ദുനിയാവിൽ ഞാൻ കുടുംബബന്ധം വിച്ഛേദിച്ചത്, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചത് എന്നവന് ആ വലിയ പർവ്വതം പോലെ നിൽക്കുന്ന ആ സമ്പത്തിനെ നോക്കി അവന് പറയുമെന്നാണ്. ഒരു മനുഷ്യനും അതിനൊരു വിലയും കൽപ്പിക്കില്ല. ആർക്കും അന്നത് വേണ്ട, അന്നാർക്കും ആ സമ്പത്ത് വേണ്ട. അന്നവൻ ഖേദിക്കാവൂ, ഈ സമ്പത്തിന് വേണ്ടിയെന്നല്ലോ ഞാൻ ഇങ്ങനൊക്കെ പരലോകം മറന്ന് ജീവിച്ചത്, കുടുംബബന്ധം തകർത്തത്, എന്റെ കൈ മോഷ്ടിച്ചിട്ട് എന്റെ കൈ മുറിക്കപ്പെട്ടത് ഈ സമ്പത്ത് ഞാൻ മോഷ്ടിച്ചിട്ടാണല്ലോ എന്നൊക്കെ ആ സമ്പത്തിനെ നോക്കി അവൻ ഖേദിക്കുമെന്നാണ്. അപ്പൊ സമ്പത്ത് അത് ദുനിയാവിലെ നമ്മളോ മത്താവുൽ ഖുറൂർ എന്നാണ്. എന്താ ദുനിയാവിൽ നമുക്കുള്ള എന്താ ചെറിയ ചെറിയ വിഭവങ്ങളാണ് ഇതെല്ലാം. സമ്പത്തും മറ്റു ദുനിയാവിലെ അലങ്കാരങ്ങളെല്ലാം അതൊക്കെ നശിച്ചു പോകുന്നതാണ്. അതിന്റെ പിറകെ പോയി അതിനു വേണ്ടി പരലോകം മറന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നഷ്ടം. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുത്തിയ ആളുകളാണ് ഈ അസ്ഹാബു ഷിമാൽ. ഇടത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്ന, തന്റെ ഏട് ലഭിക്കുന്ന, അങ്ങേയറ്റത്തും ഖേദിക്കുന്ന ഈ ആളുകൾ. അവർ പറയാ, മാലിയ, എനിക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, ഇതൊന്നും എനിക്കൊരു ഉപകാരവും ചെയ്യില്ലല്ലോ. ആ നരകത്തിലെ ഒരു സെക്കൻഡ് നേരം ശിക്ഷ ഒന്ന് കുറയാൻ കോടികൾ ഞാൻ ദുനിയാവിന്ന് സമ്പാദിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്റെ അധികാരം, ഭൂമിയിൽ വലിയ അധികാരമൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ എന്റെ സംസാരം ഞാൻ പറഞ്ഞ അതേപോലെ കേട്ടനുസരിക്കാൻ കുറെ അനുയായികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആരുമില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന, അല്ലെ എന്റെ പാപഭാരങ്ങളൊന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ആരും അവിടെ അല്ല. ദുനിയാവിൽ വലിയ സമ്പത്തും അധികാരവും ഒക്കെ ഉള്ള വലിയ രാജാവാണ് നിൽക്കുക. പക്ഷെ താന്തോന്നിയായി മരിച്ചു പോയതാണ് അവന്റെ അവസ്ഥ. പിന്നെ അവന്റെ സമ്പത്തോ അവന്റെ അധികാരമോ ഒന്നും അവിടെ ഉപകാരപ്പെടുകയില്ല. ഇന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ് മലക്കുകളോട്, ഖുദൂ ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദറഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. എന്താ മലക്കുകളോട് അല്ലാഹു പറയാ? അവനങ്ങ് പിടിക്കുക എന്നാണ്. അവനങ്ങ് പിടിക്കാൻ വേണ്ടി ആ മഹ്ശറ ലോകത്ത് വെച്ചിട്ട് ആ നരകത്തിന്റെ ആളുകൾ പക്ഷി ധാന്യം കൊത്തിയെടുക്കുന്നത് പോലെ അവരെ അവിടുന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടുപോകുമെന്നാണ്. ഫഗുല്ലു, അവരെ ആമം വെക്കാൻ പറയും. സുമ്മൽ ജഹീമ സല്ലു, അങ്ങനെ ആമങ്ങളിൽ ബന്ധിച്ച് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാൻ. ഇതിലെ ഭീകരമായ അവസ്ഥ എന്താണെന്നറിയോ? ثم في سلسلة ذرعها 70 ذراعا فاسلكوه. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തിന്റെ ആളുകളെ, താന്തോന്നികളെ ഖുദൂഹു ഫഗുല്ലു എന്ന് അവരെ പിടിക്കി, അവരെ ആമം വെക്ക് എന്ന് പറയുമ്പോ മഹാനായ അൽ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹ്മഹുല്ലാഹ് അതിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ആ സമയത്ത് ഇബ്തദറഹു 70 അൽഫ മലക്, 70,000 മലക്കുകൾ ആ അള്ളാഹുവിന്റെ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി അയ്യുഹും യജഅലുൽ ഗുല്ല ഫി ഔനുഖി, ഇവനെ പിടിച്ച് ചങ്ങലയിൽ ബന്ധിക്കാൻ വേണ്ടി 70,000 മലക്കുകൾ എന്ത് ചെയ്യുന്ന ധൃതിപ്പെടുമെന്നാണ്. അള്ളാഹുവിന്റെ ഈ ഉത്തരവ് ഉണ്ടാകുമോ? ഖുദ്, അവനെ പിടിക്ക്, ഫഗുല്ലു, അവൻ ആമം വെക്ക് എന്ന് പറയുമ്പോൾ 70,000 മലക്കുകൾ അവനെ പിടിച്ച് ബന്ധിക്കാൻ വേണ്ടി, ആമം വെക്കാൻ വേണ്ടി ധൃതിപ്പെടുമെന്നാണ്. എന്നിട്ടോ ഈ ചങ്ങല ഉണ്ടല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചങ്ങല പേര് മാത്രമേ നമ്മളെ ദുനിയാവിലെ ചങ്ങലയുമായിട്ട് ബന്ധമുണ്ടാവും. ദുനിയാവിൽ നമ്മൾ കാണുന്ന സൈക്കിളിന്റെ ചങ്ങല പോലാണോ? ഒരിക്കലുമല്ല. ആ ചങ്ങലന്റെ ഭീകരമായ അവസ്ഥ അല്ലാഹു അലം. അതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. അതായത് ഒരു മനുഷ്യനെ ബന്ധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചങ്ങലന്റെ വലിപ്പമുണ്ടല്ലോ,
അന്ന് നരകത്തിന്റെ ആളുകൾക്ക് വല്ലാത്ത വലിപ്പമായിരിക്കും. കാരണം ശിക്ഷയുടെ കാഠിന്യം അങ്ങനെ ശരീരം കുറയുന്നു, ശരീരം അങ്ങനെ കൂടുമ്പോഴും വ്യത്യാസമുണ്ട്. കൂടുമ്പോൾ ശിക്ഷയുടെ കാഠിന്യം കൂടും. അപ്പോ ഈ കുറ്റവാളികളെ അവരെ ചങ്ങലയിൽ ബന്ധിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ആ ചങ്ങളുടെ നീളം എത്ര നിറങ്ങൾ? 70 മുഴാൻ. ഇത് ഞാൻ പറഞ്ഞു, ഈ മുഴം എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ കൊണ്ടല്ല ഇവിടെ അളക്കുന്ന മുഴാണോ? ഒരിക്കലുമല്ല. ഈ മുഴം എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞത് കാണാം തഫ്സീറിൽ, മലക്കിന്റെ മുഴമാണ് ഇവിടുത്തെ അളവ്. മലക്കുകളുടെ അവസ്ഥ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മലക്കിന്റെ ചെവിക്കുറ്റി മുതൽ ഇവിടം വരെ, ഇവിടം വരെ എത്തണമെങ്കിൽ 700 വർഷത്തെ വഴിദൂരാണ്. 700 വർഷം സഞ്ചരിച്ചാലേ ഇവിടുന്ന് ഇവിടെത്തും, ഇവിടുന്ന് ഇവിടേക്കെത്തും. നമ്മളതോ ഇങ്ങനെ കൈ വെച്ചാൽ മതി. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ഇവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ടെത്താൻ ഒരു ദിവസം നടക്കണോ? ഇവിടുന്ന് ഇങ്ങോട്ടെത്താൻ വേണ്ട, അതെ കൈ ഇങ്ങനെ വെച്ചേ. പക്ഷെ മലക്കിൻ്റെതോ 700 വർഷം സഞ്ചരിക്കണം. അങ്ങനത്തെ മലക്കുകളുടെ മുഴമാണ് ഈ മുഴം കൊണ്ട് ഉദ്ദേശമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ തഫ്സീറിൽ കാണാൻ പറ്റും. അല്ലാഹു അലം. ഏതായാലും അത് ഭീകരമായിരിക്കും. ഈ ചങ്ങലയിലാണ് അവനെ ബന്ധിക്കാൻ പറയുന്നത്. ഫസ്ലുക്കൂ, ഈ ചങ്ങലിന്റെ ഒരു കണ്ണിന്റെ വലിപ്പത്ര അറിയങ്ങള്. മഹാനായ കഅബുൽ അഹ്ബാർ, കിബാറു താബീൻ പെട്ട വലിയ പണ്ഡിതനാണ് കഅബുൽ അഹ്ബാർ. അദ്ദേഹം പറയാൻ, കുല്ലു ഹൽഖത്തിൻ മിൻഹാ ഖദ്റു ഹദീദിദ് ദുനിയ. ഈ ചങ്ങലയുടെ ഒരു കണ്ണിയുടെ വലിപ്പത്ര എന്നറിയങ്ങള്. ദുനിയാവിലെ എല്ലാ ഇരുമ്പും, ഈ ദുനിയാവിലെ എല്ലാ ഇരുമ്പും ഒരുമിച്ച് കൂട്ടിയാൽ കിട്ടുന്നൊരു അളവുണ്ടാവില്ലേ? ഈ ദുനിയാവിലുള്ള മുഴുവൻ ഇരുമ്പിനെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ അതിന്റെ ഒരു വലിപ്പങ്ങൾ സങ്കല്പിച്ചു നോക്കി. ആ ഒരു വലിപ്പം ഒരു കണ്ണിക്ക് ഉണ്ടാവുന്ന. സുബ്ഹാനല്ലാഹ്, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ ഈ ചങ്ങലയിൽ അവനെ ബന്ധിക്കാൻ വേണ്ടി പറയും. ഈ ചങ്ങലയിൽ എങ്ങനെ ബന്ധിക്കാന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞത് കാണാൻ പറ്റും നമുക്ക് തഫ്സീറിൽ. യുസ്ലഖു ഫീ ദുബുരിഹി ഹത്താ യഖ്റുജ മിൻ മൻഖിറൈഹി ഹത്താ ലാ യഖൂമ അലാ റിജ്ലൈഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയാൻ, അതായത് ഈ പറഞ്ഞ രീതിയിലുള്ള ചങ്ങല 70 മുഴമുള്ള ഈ ദുനിയാവിലെ എല്ലാ ഇരുമ്പും ഒരുമിച്ച് കൂട്ടിയാൽ ഉണ്ടാവുന്ന ഒരു അളവിന്റെ അത്രക്ക് വലിപ്പം ഒരു ചങ്ങലന്റെ കണ്ണിക്കുണ്ടാവും, ആ വട്ടത്തിന്. ആ ചങ്ങലയിൽ ഇവൻ എങ്ങനെ കോർത്തെടുക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, യുസ്ലഖു ഫീ ദുബുരിഹി ഹത്താ യഖ്റുജ മിൻ മൻഖിറൈഹി. അവന്റെ പിൻദ്വാരത്തിലൂടെ ഈ ചങ്ങല കയറ്റിയിട്ട് അവന്റെ രണ്ട് മൂക്കിന്റെ ദ്വാരത്തിലൂടെ അങ്ങനെ പുറത്തേക്ക് കൊളുത്തിയെടുക്കുമെന്നാണ്. ഹത്താ ലാ യഖൂമ അലാ റിജ്ലൈഹി. അങ്ങനെ 2 കാലിൽ നിൽക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. നമ്മള് പിൻദ്വാരത്തിലൂടെ കയറ്റിയിട്ട് മൂക്കിലൂടെ അങ്ങനെ കോർത്തെടുക്കുമെന്നാണ്. മറ്റൊരു റിവായത്തിൽ വായയിലൂടെ കോർത്തെടുക്കുമെന്ന് കാണാം. ഏതായാലും വല്ലാത്ത ഭീകരമായ അവസ്ഥയാണ്. അതിനെക്കുറിച്ച് തഫ്സീറുകളിൽ പറഞ്ഞത് കാണാൻ പറ്റും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തഫ്സീറിൽ പറഞ്ഞത് കാണാം, തദ്ഖുലു ഫിസ്തിഹി ثم تخرج من فيه. തദ്ഖുലു ഫിസ്തിഹി ثم تخرج من فيه. ഈ ചങ്ങല അവന്റെ പിൻദ്വാരത്തിലൂടെ കയറുകയും വായയിലൂടെ അങ്ങനെ പുറത്തോട്ട് പോവുകയും ചെയ്യും. ثم ينظمون فيها كما ينظم الجراد في العود حين يشوى. നിങ്ങൾ കാണുന്നുണ്ടാവും ഈ പൊരിച്ച കോഴി അല്ലെ ചിക്കനൊക്കെ ഹോട്ടലില് ഒരു ഇരുമ്പിന്റെ കോലിൽ ഇങ്ങനെ കുത്തിയിറക്കി വെച്ചിട്ട് കാണല്ലേ നിങ്ങൾ? ഇരുമ്പിന്റെ കോല് പോലത്തെ ഒരു സാധനത്തിനുള്ളിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഇങ്ങനെ ചുട്ട ഇറച്ചി മാംസം കാണല്ലേ? കണ്ടിട്ടില്ലേ ഹോട്ടൽ? എന്നതുപോലെ ഈ അറബികൾ ഈ വെട്ടുകിളിയെ നല്ല ഇങ്ങനെ പൊരിച്ചിട്ട് അവർ ഒരു കൊള്ളിൽ ഇങ്ങനെ കോർത്തു വെക്കൂലേ? എന്നതുപോലെ ഈ നരകത്തിന്റെ ആളുകളെ ഇങ്ങനെ ഈ ചങ്ങലയിൽ വായിലൂടെ പുറത്തെടുത്ത് ഇങ്ങനെ കോർത്തു വെക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇതിൽ നമുക്ക് രക്ഷപ്പെടണം. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? ഭയം ഉണ്ടാവണം. സ്വർഗത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അല്ലാഹുവേ ഈ സ്വർഗം എനിക്ക് ലഭിക്കണേ എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം മനസ്സിലുണ്ടാവണം. അതിനനുസരിച്ച് നമുക്ക് നല്ല അമലുകൾ ചെയ്യാൻ സാധിക്കണം. നരകത്തിന്റെ അവസ്ഥ, അതിന്റെ ഭീകരത, അതിലെ ശിക്ഷകൾ കേൾക്കുമ്പോ ചിരിക്കാണ് വേണ്ടി? അല്ല, അല്ലാഹുവേ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആ ഭീകരമായ ശിക്ഷയെ ഓർത്ത്
ഹറാമുകളിൽ നിന്നും മോശമായ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ സ്വർഗവും നരകവും പറയുന്നതിന്റെ ഉദ്ദേശം. അല്ലാതെ അത് വെറുതെ അങ്ങനെ കേട്ട് രസിക്കാനാണോ? ഒരിക്കലുമല്ല. കേട്ട് രസിക്കാനുള്ളതല്ലത്. സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് സന്തോഷം ഉണ്ടാവണം, അള്ളാഹു ഇതെനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവണം, അതിനനുസരിച്ച് നമ്മൾ പണിയെടുക്കണം. നരകത്തെക്കുറിച്ചുള്ള ഭീകരത കേൾക്കുമ്പോൾ അള്ളാഹു ഇതിൽ ഞാൻ ഉൾപ്പെടരുത്, അതിനുവേണ്ടി അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഈ ശിക്ഷകളാണ് ആർക്ക് കിട്ടുക? ഈ തിന്മയുടെ ആളുകൾക്ക്, അഥവാ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ശിക്ഷ ലഭിക്കാൻ കാരണം. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അസീം, അസീമായ മഹത്തായ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട പ്രകാരം അവർ വിശ്വസിച്ചില്ല. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കിൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹനം കാണിച്ചില്ല. ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് അള്ളാഹു പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഡയറക്റ്റ് നേരിട്ട് കൊടുക്കുന്നില്ല എന്നല്ല അതിന്റെ ഉദ്ദേശം. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കിൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും. ഈ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകാനും സഹായിക്കാനും കഴിവുള്ള ആളുകളും നാട്ടിലുണ്ടാവും. അപ്പോ ആ ആളുകളോട് ഇന്ന് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരനുണ്ട്, അവനൊന്ന് സഹായിക്കണേ എന്ന് ഈ സഹായിക്കാൻ കഴിവുള്ളവനോട് പറയാത്തവൻ എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് സ്വന്തം കൊടുക്കണ്ട, പക്ഷെ കൊടുക്കാൻ കഴിവുള്ള ആളുകളുണ്ട്, അവരോടൊന്ന് ഇന്ന് സഹോദരന് പ്രയാസപ്പെടുന്നവനാണ്, അവനൊന്ന് സഹായിക്കണം എന്ന് പറയാൻ മനസ്സ് കാണിക്കാത്തവൻ സ്വന്തം നേരിട്ട് കൊടുക്കുവോ? ഇല്ല. അവന്റെ ദുഷിച്ച സ്വഭാവങ്ങൾ അള്ളാഹു പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാ ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം, അവിടെ ഒരൊറ്റ ഖരീബ്, ആരും സഹായിക്കാൻ ഒറ്റ ചങ്ങാതിയില്ല. വലാ തആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ, അവർക്ക് ഭക്ഷണം എന്താ? ഈ പറഞ്ഞ രീതിയിൽ താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണം. വലാ തആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ, ഗസ്ലീനിൽ നിന്നാണ്. ഈ ഗസ്ലീൻ എന്ന് പറഞ്ഞ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ശർറു തആമി അഹ്ലിന്നാർ, നരകത്തിലെ ആളുകൾക്ക് തീരെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഏറ്റവും ഷർറായിട്ടുള്ള ഒരു ഭക്ഷണമാണത്. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഈ ഗസ്ൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അദ്ദമു വൽ മാഉ യസീലു മിൻ ലുഹൂമിഹിം, ഈ നരകത്തിൽ നിന്നിങ്ങനെ നരകത്തിലെ ആളുകൾ അവരിങ്ങനെ നരകത്തിലെത്തി ആ ചൂട് കൊണ്ട് ഇങ്ങനെ ഉരുകി മാംസം ഇങ്ങനെ ഉരുകുമ്പോ അതിൽ നിന്നിങ്ങനെ ഒലിച്ചു വരുന്ന വെള്ളവും അതേപോലെ രക്തവും ആണ് ഈ ഗസ്ലീൻ എന്നാണ്. അതാണ് അവർക്ക് കൊടുക്കുക. സദീദു അഹ്ലിന്നാർ എന്നും പറയാം. നരകത്തിലെ ആളുകളുടെ രക്തവും ചലവൊക്കെ അങ്ങനെ ഒലിച്ചു വരുന്ന ആ നീര്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെട്ടത് മുതലുള്ള ദാഹം അതവരിൽ ഉണ്ടാവും, അത് മാറുകയില്ല. അങ്ങനെ ഈ ദാഹം കൊണ്ട് ഇങ്ങനെ അവർ വെള്ളം ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള പാനീയങ്ങളാണ് അവർക്ക് കൊടുക്കുക. ഇതാണ് അവർക്ക് കുടിക്കാൻ സാധിക്കുമോ? അങ്ങേയറ്റം കൊടും ചൂടായിരിക്കുമെന്നാണ്. അപ്പൊ ഈ ശിക്ഷ അവർക്കുള്ളതാണ്. ലാ യഅ്കുലുഹു ഇല്ലൽ ഖാതിഊൻ, ആരാണ് ഇതൊക്കെ ഈ ശിക്ഷ അനുഭവിക്കേണ്ട ആളുകൾ? സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിക്കാത്ത ആളുകളാണ്. അപ്പൊ ഈ രണ്ട് കക്ഷികളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞത് രണ്ട് കക്ഷികൾ നമ്മൾ പരിചയപ്പെട്ടു. ആരൊക്കെ? അസ്ഹാബുൽ യമീൻ, സ്വർഗത്തിന്റെ ആളുകൾ. അവർക്കുണ്ടാവുന്ന സുഖങ്ങളെ സംബന്ധിച്ച് അള്ളാഹു മൊത്തത്തിൽ അവിടെ പറഞ്ഞു. എന്നാൽ താന്തോദികളായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ശിക്ഷ, അവരുടെ അവസ്ഥയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇതൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയാ? ഇതിനൊക്കെ ഈ നരകശിക്ഷയിൽ നമ്മൾ രക്ഷപ്പെടാൻ, അത് ഈ ആയത്തുകൾ ഓതുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഈ ആയത്തിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹുവേ ഇത് വല്ലാത്തൊരു ശിക്ഷയാണ്. അപ്പൊ ഈ ഒരു നരകത്തിലേക്ക് അകപ്പെടുന്ന ഒരു അവസ്ഥ ഒരിക്കലും എനിക്കുണ്ടാവരുത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ഇൻഷാ അല്ലാഹ്. അപ്പോ അത് ഞാൻ രണ്ട് വിഭാഗത്തെ കുറിച്ച് സൂചിപ്പിച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് സ്വർഗവും നരകവും അതിന്റെ വ്യത്യസ്ത പേരുകൾ നമുക്ക് പഠിക്കണം. സ്വർഗത്തിന് പല പേരുകളില്ലേ? ആരാ പറയാ? വേറൊരു പേര്? സ്വർഗം നരകത്തിനൊക്കെ നരകത്തിന്റെ മറ്റു പേര് ബറക്കല്ലാഹ്. അപ്പൊ ചില പേരുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, വലഹാ ഇദ്ദത്തു അസ്മാ, സ്വർഗത്തിന് അതേപോലെ തന്നെ നരകത്തിനായാലും വ്യത്യസ്ത നാമങ്ങളുണ്ട്, വ്യത്യസ്ത പേരുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഈ വ്യത്യസ്ത പേരുകൾ എന്ന് പറഞ്ഞാൽ സാധനം ഒന്ന് തന്നെ ആയിരിക്കും, സ്വർഗം തന്നെയാണ്. പക്ഷെ അതിന്റെ വിശേഷണങ്ങൾ നോക്കുമ്പോൾ വിശേഷണങ്ങളെ പരിഗണിച്ച് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഇങ്ങനെ ഓരോ പേരുകൾ പറയുമെന്ന് മാത്രം. സാധനം ഒന്ന് തന്നെ. ഇപ്പൊ നമ്മൾ
ഒരു മനുഷ്യനെ ഒരാളെടുക്കുക, ഇവിടെ ഒരാളുടെ മുഹമ്മദ്. അപ്പൊ അവനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ നല്ല സദഖ ചെയ്യുന്നവനാണ്, ധനികനാണ്, നല്ല ഇൽമുള്ളവനാണ്. അപ്പൊ എന്തൊക്കെ വിശേഷണം പറഞ്ഞു? ഇൽമുള്ളവനാണ്, ധനികനാണ്, സമ്പത്ത് ചിലവഴിക്കുന്നവനാണ്. അങ്ങനെ അർത്ഥം പരിഗണിക്കുമ്പോൾ നമുക്ക് 3 നിലക്ക് കിട്ടിയില്ലേ? ഇൽമുള്ളവനാണ്, 3 നിലക്ക് നമുക്ക് കിട്ടി. പക്ഷെ ഈ 3ന്റെയും ആള് ആരാ? ഒന്നാണ്. മനസ്സിലായോ? എന്നതുപോലെ തന്നെയാണ് നമ്മൾ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഒക്കെ പേരുകൾ പറയുമ്പോൾ ഇങ്ങനെ വിശേഷണങ്ങൾ നമ്മൾ അതിന്റെ അർത്ഥം നോക്കുമ്പോൾ വിശേഷണങ്ങൾ പറയുമ്പോൾ വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും അതെല്ലാം എന്താണ്? ഒന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാകൾ നമ്മൾ പറയില്ലേ, അള്ളാഹുവിന്റെ ഇസ്മുകൾ പറയലുണ്ട്, അള്ളാഹിന്റെ വിശേഷണങ്ങൾ പറയും. അപ്പൊ അള്ളാഹിനെ കുറിച്ച് വിശേഷണങ്ങൾ അങ്ങനെ അസ്മാകൾ പറയുമ്പോൾ അങ്ങനെ അതിന്റെ അർത്ഥം പരിഗണിക്കുമ്പോൾ വ്യത്യസ്തമാണെങ്കിലും അതെല്ലാം എവിടെ ആരെ അറിയിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് ഖുർആന്റെ പേരുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഖുർആന്റെ വ്യത്യസ്ത രീതിയിൽ അതിന്റെ വിശേഷണങ്ങൾ, ധാരാളം വിശേഷണങ്ങൾ ഖുർആന്. അപ്പൊ വിശേഷണം അർത്ഥപരമായി നോക്കുമ്പോൾ അങ്ങനെ വ്യത്യസ്തമാണെങ്കിലും സാധനം എന്താണ്? അതെല്ലാം അറിയിക്കുന്ന ഒന്നിനാണ്. മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധ ഖുർആനാണ്. ഇങ്ങനെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഉണ്ടോ? അപ്പൊ നമുക്ക് ചില പേരുകൾ നോക്കാം. അതിന്റെ ആയത്ത് പേര് ഞാൻ പറയും, നമുക്ക് ഇങ്ങനെ എഴുതിയെടുക്കാം. അത് വന്ന് ചില ആയത്തുകൾ നാം ആയത്തിന്റെ നമ്പർ പറയും. അപ്പോൾ ആയത്ത് നമ്പറുകൾ രേഖപ്പെടുത്തിയാൽ മതി. പിന്നെ ഒഴിവ് കിട്ടുമ്പോഴോ ഒരു പണി വേണ്ടേ? ഒഴിവ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോൾ ഖുർആൻ എടുക്കുക, ആയത്ത് നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അത് എഴുതിയെടുക്കുകയും അതിന്റെ അർത്ഥം നോക്കി പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ സ്വർഗത്തിന്റെ പേരാണ് പറയുന്നത്. ആദ്യം നമ്മൾ പറയാം അൽ ജന്ന. എന്താ പറയാ? അൽ ജന്ന. അത് പേരായത്തിൽ നമുക്ക് കിട്ടുക സൂറത്തു, നിങ്ങൾക്ക് അറിയുന്നവർക്ക് ഏത് എഴുതി വെക്കാം, കുഴപ്പം. ഏത് അറിയുന്നവർക്ക് ഏത് എഴുതുക, കുഴപ്പമൊന്നുമില്ല. ഇനി അറിയാത്തവർക്ക് വേണ്ടിയാണ് സൂറത്തു നഹലിലെ 32-ാമത്തെ ആയത്ത്. സൂറത്തു നഹൽ 32. ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. ഉദ്ഖുലുൽ ജന്ന. ആയത്ത് നമ്പർ മാത്രം ചോദിച്ചാൽ മതി കേട്ടോ. നഹല് 32 ഒന്നിട്ടില്ലേ? പിന്നെ 2 ദാറുസ്സലാം എഴുതി വെക്കുക. ഇനി അഥവാ എഴുതാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ആയത്ത് നമ്പർ ഇങ്ങനെ എഴുതി വെച്ചാൽ വീട്ടിൽ പോയാൽ ഖുർആൻ നോക്കിയിട്ട് അത് എഴുതേണ്ട ശരിയായ രൂപം ആയത്ത് നിങ്ങൾക്ക് കിട്ടും. ദാറുസ്സലാം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം എന്ന് ഖുർആനിലുണ്ട്. സൂറത്തു യൂനുസിലെ 25 ദാറുസ്സലാം. ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ വിശേഷ സ്വർഗം. അതിന്റെ വിശേഷങ്ങളെ പരിഗണിക്കുമ്പോൾ വ്യത്യസ്ത രൂപത്തിലാണ്. എന്താ ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ വീട് എന്നാ മുഫസ്സിറുകൾ പറഞ്ഞു. ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ ഐമിനൽ ആഫാത്തി വൻ നഖായിസി വൻ നഖബാത്ത് എന്നാ. മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഒരു വീട്. അതേതാ? സ്വർഗം. ദാറുസ്സലാം. 2 3 ദാറുൽ ഖുൽദ്. ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്. സൂറത്തു ഖാഫിലെ 34-ാമത്തെ ആയത്ത്. ദാറുൽ ഖുൽദ്, ശാശ്വത ഭവനം. സ്വർഗത്തിൽ എത്തിയാൽ പിന്നെ മരണമുണ്ടോ? ഇല്ല, ശാശ്വതമായിരിക്കും. ദാറുൽ ഖുൽദ്. അൽ ജന്നത്തു ദാറുസ്സലാം ദാറുൽ ഖുൽദ്. ദാറുൽ മുഖാമ. ഖാഫ്. ദാറുൽ മുഖാമ. മുഖാമ ഖാമ ഖാമ നിന്നു. ഖാഫ് മുഖാമ അഖാമ മുഖാം. ഇത് വേറെ മുഖാമ. അത് 8 സൂറത്തു ഫാത്തിറിലെ 35-ാമത്തെ ആയത്ത് എടുത്ത് നോക്കിയാൽ മതി. സൂറത്തു ഫാത്തിർ 35. സമയം കുറവുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ആയത്ത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണും. ദാറുൽ മുഖാമ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫദ്ലിഹി എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്. സൂറത്തു ഫാത്തിറിലെ 35. 4 5-ാമത് ജന്നത്തുൽ മഅ്വാ. ജന്നത്തുൽ മഅ്വാ. സൂറത്തു നജ്മിലെ 15-ാമത്തെ ആയത്ത്. ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. ഇരിയോ? ജന്നത്തുൽ മഅ്വാ.
എഴുതാൻ അറിയാത്തവർ ഖുർആൻ എടുത്തു നോക്കിയാൽ മതി. ഇൻദഹാ ജന്നത്തുൽ മഅ്വ, നജ്മിലെ 15-ാമത്തെ ആയത്ത്. ജന്നാത്തു അദ്നിൻ. അറബി എഴുതാൻ അറിയാത്തുണ്ടോ? ഇല്ലേ, തീരെ അറബി എഴുതാൻ അറിയാത്ത ആളുകൾ എന്താ? ആയത്ത് നമ്പർ എഴുതി വെച്ചില്ലേ? ആയത്ത് നമ്പർ എന്തായാലും എഴുതിയേക്ക്. ജന്നാത്തു അദ്ൻ, ജന്നാത്തി അദ്നില്ലത്തി വഅദർ റഹ്മാനു ഇബാദഹു ബിൽ ഗൈബ് ഇന്നഹു കാന വഅദുഹു മഅതിയ എന്നുള്ള സൂറത്ത് എവിടെ? മറിയമിൽ 61-ാമത്തെ ആയത്ത്. മറിയമിൽ 61. ജന്നാത്തു അദ്നിൻ. 7 അൽ ഫിർദൗസ്. അൽ ഫിർദൗസ്, അൽ ഫിർദൗസ്. സൂറത്തു കഹ്ഫിലെ 107-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. 107. ഇപ്പൊ എത്രണ്ണം പറഞ്ഞു? 7. ജന്നാത്തുൽ ഫിർദൗസിനെ കുറിച്ച് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, എന്താ പറഞ്ഞത്? ഇദാ സഅൽതുമുല്ലാഹൽ ജന്നത ഫസ്അലൂഹുൽ ഫിർദൗസ. നിങ്ങൾ സ്വർഗ്ഗം ചോദിക്കുമ്പോൾ ഫിർദൗസിനെ നിങ്ങൾ ചോദിക്കണേ. ഫഇന്നഹു അഅലൽ ജന്ന, അതാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതിയിലുള്ളതും. ഔസത്തുൽ ജന്ന, ഔസത്തു എന്ന് പറഞ്ഞാൽ അവിടെ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠം എന്ന അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. സ്വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും ഉന്നതമായതും ജന്നാത്തുൽ ഫിർദൗസ്. എന്താ അതിന്റെ പ്രത്യേകത? വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന. സ്വർഗത്തിലെ വ്യത്യസ്ത തരം അരുവികളില്ലേ, പാലുകൊണ്ട്, കള്ളുകൊണ്ട്, എന്ന് പറയും. അപ്പൊ ഈ അരുവികളുടെ ഒക്കെ സ്റ്റാർട്ടിങ് അവിടുന്നാണ്. 8-ാമത്തത് ജന്നാത്തുൻ നഈം. ജന്നാത്തുൻ നഈം. സൂറത്തുൽ ലുഖ്മാനിലെ 8-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം. 9 അൽ മഖാമുൽ അമീൻ. അൽ മഖാമുൽ അമീനു, അൽ മഖാമുൽ അമീനു ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ എന്ന് പറഞ്ഞില്ലേ? ദുഖാനിലെ 51-ാമത്തെ ആയത്താണ്. നിർഭയത്വത്തിന്റെ സ്ഥലം എന്നാണ്. എന്താ അമീൻ എന്ന് പറഞ്ഞ ഈ സ്വർഗത്തെ കുറിച്ച്? മഖാമുൻ അമീൻ എന്ന് പറഞ്ഞ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മരണത്തിൽ നിന്നും, അതല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്താക്കപ്പെടും, അതൊന്നുമില്ല. അതിനൊക്കെ സുരക്ഷിതമായി, മരണമില്ല, അതിന് പുറത്താക്കുന്ന ദുഃഖമോ പ്രയാസമോ ഒന്നുമില്ല. അങ്ങനെ നിർഭയത്വത്തിന്റെ ഒരു സ്ഥലമാണ്. അതാണ് അങ്ങനെ പറയാൻ കാരണം. 9 ഇനി 10-ാമത്തത് മഖാദു സിദ്ഖിൻ. മഖാദു സിദ്ഖിൻ ഫീ മഖാദു സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. ഏത് സൂറത്തിലാ? ഖമർ. 55-ാമത്തെ ആയത്ത്. ഖമറിൽ 55. 10 പറയില്ല. അപ്പൊ നമ്മള് 10 സ്പീഡ് പറയും. ആരാ പറയാ? 1 അൽ ജന്ന, 2 ദാറുസ്സലാം, 3 ദാറുൽ ഖുൽദ്, 4 ദാറുൽ മുഖാമ, 5 ജന്നത്തുൽ മഅ്വ, 6 ജന്നാത്തു അദ്ൻ, 7 അൽ ഫിർദൗസ്, 8 ജന്നാത്തുൻ നഈം, 9 അൽ മഖാമുൽ അമീൻ മഖാദു സിദ്ഖ്. 10. ഇനി നരകത്തിന്റെ ചില പേരുകളൂടെ നമുക്ക് പരിചയപ്പെടാം. ഏതാ? 1 അന്നാർ. അന്നാർ, അന്നാർ വഅദഹല്ലാഹ് അല്ലദീന കഫറു വബിഅ്സൽ മസീർ. എവിടെ? സൂറത്തുൽ ഹജ്ജിലെ 72. ഹജ്ജ് 72. രണ്ട് ജഹന്നം. 2 ജഹന്നം. ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന മആബ. ഏത് സൂറത്തിലാ? നബ.
21-ാമത്തെ ആയത്ത് ഇന്ന ജഹന്നമ. ഇതിലെ 3 അൽ ജഹീം. അൽ ജഹീം വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. എവിടെ സൂറത്തു വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. ഒന്നുകൂടി ശ്രദ്ധിച്ചോക്ക്. നാസിയാത്ത് 36-ാമത്തെ ആയത്ത്. നാലാമത്തത് അസ്സഈർ. അസ്സഈർ വഫരീഖുൻ ഫിസ്സഈർ. സൂറത്ത് ശൂറയിലെ 7-ാമത്തെ ആയത്ത്. ശൂറ 7. വഫരീഖുൻ ഫിസ്സഈർ 7. 5-ാമത്തത് സഖർ. ഖാഫ് പുള്ളിയുള്ള ഖാഫില് സഖർ. സീനി സഖർ. വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ. നോട്ടിലെ ഏത് സൂറത്തിലാ? മുദ്ദസ്സിർ 27-ാമത്തെ ആയത്ത്. വമാ അദ്റാക മാ സഖർ. മുദ്ദസ്സിർ 27-ാമത്തെ ആയത്ത്. പിന്നെ അൽ ഹുതമ. എവിടാ പറഞ്ഞേ? ആരാ പറയാ? അൽ ഹുതമ ഒരായത്ത്. അഹ്സൻത്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ 4. ഹുമസല 4-ാമത്തെ ആയത്ത്. ഏഴാമത്തേത് അൽ ഹാവിയ. ഹാവിയത്തുൻ. ഹാവിയ നിർത്തുമ്പോ കിട്ടുള്ള ഹ. വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ഏത് സൂറത്താ? അഹ്സൻത് ബറകല്ലാഹ്. ഖാരിഅ 8-ാമത്തെ ആയത്ത്. അപ്പോ സ്വർഗത്തിന്റെ 7 സ്വർഗത്തിന് എത്ര പേര് നമ്മൾ പറഞ്ഞു? 10 പറഞ്ഞു. നരകത്തിന്റെ എത്ര പറഞ്ഞു? 7. ഇനി ഈ സ്വർഗവും നരകവും ഇപ്പൊ അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്താണ് പറയുന്ന തെളിവ്? കാരണം പല ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചപ്പോ ആദ്യം സ്വർഗത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉൻസുർ ഇലൈഹാ, നീ ആ സ്വർഗത്തിലേക്ക് നോക്ക്. വ ഇലാ മാ അഅദത്തു ലിഅഹ്ലിഹാ ഫിഹാ, ആ സ്വർഗത്തിൽ അതിന്റെ ആളുകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെക്കപ്പെട്ടതു നീ നോക്ക്. അങ്ങനെ ഫജാഅ ഫനവറ ഇലൈഹാ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, സ്വർഗത്തിലേക്ക് നോക്കി. വ ഇലാ മാ അഅദ്ദല്ലാഹു ലിഅഹ്ലിഹാ ഫിഹാ, ആ സ്വർഗത്തിൽ അതിന്റെ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി അല്ലാഹു വെച്ചതെന്താണോ അതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം നോക്കുകയും ചെയ്തു. അങ്ങനെ ഹദീസിൽ അവസാനം കാണാം. സുമ്മ ഖാല, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലന്നാർ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഇനി നീ എന്ത് ചെയ്യേ? നരകത്തിലേക്ക് നോക്ക്, നരകത്തിലേക്ക് പോ. ഫൻസുർ ഇലൈഹാ, എന്നിട്ട് അതിലേക്ക് നോക്ക്. വ ഇലാ മാ അഅദത്തു ലിഅഹ്ലിഹാ ഫിഹാ, അതിലെ ആളുകൾക്ക് ഞാൻ എന്താണ് തയ്യാറാക്കി വെച്ചത് എന്ന് നീ നോക്ക്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അതിലേക്ക് നോക്കി എന്നാണ് ഹദീസ്. അപ്പൊ ഞാൻ പറഞ്ഞെന്തിനാ? ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? സ്വർഗവും നരകമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും അഖീദന്റെ കിതാബുകളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇമാം തഹാവി റഹ്മഹുല്ല പറഞ്ഞു, അഖീദത്തു തഹാവിയ വൽ ജന്നത്തു വന്നാറു മഖ്ലൂഖതാൻ, സ്വർഗ്ഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലാ തഫ്നിയാനി അബദാ വലാ തബീദാൻ, നശിച്ചു പോവോ സ്വർഗ്ഗവും നരകവും? ഇല്ല. പിന്നെ വേറെ നമുക്ക് ഹദീസുകൾ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ നസമത്തുൽ മുഅ്മിനി طائرٌ يعلق في شجرة الجنة حتى يرجعه الله تبارك وتعالى إلى جسده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അഥവാ സ്വർഗ്ഗവും നരകമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ്. ഇന്നമാ നസമത്തുൽ മുഅ്മിൻ, നസമത്ത് എന്താ? റൂഹ്. ഒരു മുഅ്മിനിന്റെ റൂഹ് ത്വായിറുൻ, പക്ഷിയുടെ രൂപത്തിലായിരിക്കും. ഒരു മുഅ്മിനിന്റെ റൂഹ് പക്ഷിയുടെ രൂപത്തിൽ, ത്വായിറുൻ യഅലുഖു ഫീ ശജറത്തിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ആ വൃക്ഷത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും, പറന്നു കളിക്കുന്ന മറ്റു ഹദീസുകളൊക്കെ കാണാം. അപ്പൊ സ്വർഗ്ഗത്തിലെ വൃക്ഷത്തിൽ സ്വർഗത്തിലെ വൃക്ഷത്തിലുള്ള
ഒരു പക്ഷിയായിരിക്കും, ത്വായിറായിരിക്കും. ആര്? മുഅ്മിനിന്റെ റൂഹ എന്നാണ്. മറ്റൊരു റിവായത്തിൽ പക്ഷിയുടെ ഉള്ളിലാണ് റൂഹ് ഉണ്ടാവുക എന്ന് വന്നിട്ടുണ്ട്. അല്ലാഹു അലം. പക്ഷിയുടെ ഉള്ളിലായിക്കൊണ്ട് ആ പക്ഷി ഇങ്ങനെ പറന്നു നടക്കും. മറ്റു ഹദീസുകൾ വന്നതാ. പക്ഷിയുടെ രൂപത്തിലോ അല്ല, പക്ഷിയുടെ ഉള്ളിലായിക്കൊണ്ടോ ആയിരിക്കും ആരുടെ? ഒരു മുഅ്മിനിന്റെ റൂഹ് ഉണ്ടാവുക. ഏതുവരെ? ഹത്താ യുർജിഅഹു അല്ലാഹു തബാറക വ തആല ഇലാ ജസദിഹി, അതായത് ഖിയാമത്ത് നാളിൽ അവനെ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ ഇങ്ങനെ സ്വർഗത്തിലെ വൃക്ഷത്തിലായിരിക്കും, ഇങ്ങനെ പാറി നടന്നുകൊണ്ടിരിക്കും. അപ്പോ പിന്നെ എപ്പോഴാണ് അള്ളാഹു ശരീരത്തേക്ക് തിരിച്ചു നൽകുക? ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴാണ്. അതുവരെ സ്വർഗത്തിലായിരിക്കും. അപ്പൊ എന്ത് മനസ്സിലായി? സ്വർഗം ഉണ്ട് മനസ്സിലായി. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ സ്വർഗവും നരകം എവിടെ? സ്ഥാനം എവിടെ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ അല്ലിയീൻ, പുണ്യവാളന്മാരുടെ കിതാബ് അല്ലിയീനിലായിരിക്കും. അതിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് കാണാം. ഇവിടെ അതിന്റെ ഉദ്ദേശം അല്ലിയീൻ എന്ന് പറഞ്ഞാൽ അൽ ജന്ന, സ്വർഗ്ഗമെന്നാണ്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. ആകാശത്തിന്റെ മീതെയാണ് സ്വർഗം. മറ്റു അഭിപ്രായങ്ങളും അതിൽ മൗനം അവലംബിച്ച പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അല്ലാഹു അലം. ഏതായാലും ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഇതിൽ പറഞ്ഞത് കാണാം, വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്തിലാണ് റിസ്ഖുകും. റിസ്ഖ് എന്താ? അവിടെ ഉദ്ദേശം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് മഴ. വമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് പറഞ്ഞാൽ അൽ ജന്ന, സ്വർഗവും എന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു. അപ്പോ സ്വർഗം ആകാശത്തിന് മീതെ. നരകോ? അത് സംശയമല്ല, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. നരകം 7 ഭൂമിക്കും താഴെയാണ്. മുക്കാല് സമയം കഴിഞ്ഞോ? മുക്കാലിന് തുടങ്ങി. ഇനി സ്വർഗത്തിന്റെയും നരകത്തിന്റെ ആളുകൾക്കൊക്കെ ചുരുക്കി മാത്രം പറയും. സ്വർഗത്തിന്റെയും നരകത്തിന്റെ ആളുകൾക്ക് അവരെ സ്വർഗത്തിന്റെ ആളുകൾക്ക് മനസ്സിന് സന്തോഷം പകരുന്ന സന്ദർഭങ്ങളുണ്ട്. അതേപോലെ തന്നെ അല്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന അനുഗ്രഹങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയാം, ചില ആളുകളുടെ സംസാരം കേട്ടാൽ അല്ലാത്ത മനസ്സിന് സമാധാനമാണ്. അപ്പൊ മാനസികമായും അതല്ലാതെ എല്ലാ നിലക്കുള്ള സുഖങ്ങളും സ്വർഗത്തിലുണ്ട്. ധാരാളം ഹദീസുകൾ കാണാം. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ഇഹ്സാൻ ചെയ്ത് അള്ളാഹുവിനോടും ഇഹ്സാൻ ചെയ്ത് സൃഷ്ടികളോടും ഇഹ്സാൻ ചെയ്ത് അങ്ങനെ ജീവിച്ച് നല്ല രൂപത്തിൽ മരിച്ചു പോയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട്. വസിയാദ, എന്നിട്ട് അള്ളാഹു തൊട്ടടുത്ത് പറഞ്ഞതാ വസിയാദ. സിയാദ എന്ന് പറഞ്ഞാൽ എന്താ? സിയാദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കുക. അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പം നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ്. ഞാൻ ചോദിച്ചു, ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ വജ്ഹ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സൗഭാഗ്യമാണ്, വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. മനസ്സിലാവുന്നുണ്ടോ? വേറെ ആയത്തുകളുണ്ട്, സമയം കൊണ്ട് നമ്മൾ ചുരുക്കിയെന്ന് മാത്രം. പിന്നെ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ, അല്ലാതെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും ധാരാളം കാണാം. സ്വർഗത്തിലെ പുഴ, മസലുൽ ജന്നത്തില്ലത്തി വഇദൽ മുത്തഖൂൻ ഫിഹാ, സൂറത്തു മുഹമ്മദിലെ 15-ാമത്തെ ആയത്താ. അതിലെന്താ? മിമ്മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, അതായത് ഒരു ദുർഗന്ധവുമില്ലാത്ത കലങ്ങാത്ത നല്ല ശുദ്ധമായ പുഴയുണ്ട്. അതേപോലെ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചി മാറാത്ത നല്ല പാലിന്റെ അരുവിയുണ്ട്. വഅൻഹാറും മിൻ ഖംറത്തിൽ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് വളരെ ആനന്ദം നൽകുന്ന കള്ളിന്റെ നദിയുണ്ട്. അതേപോലെ തന്നെ തേനിൻ്റെതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കാണാം. ഇത് ധാരാളം അനുഗ്രഹങ്ങൾ പിന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തു സുമറിലെ 20-ാമത്തെ ആയത്തിൽ ലാകിന്നല്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ്യ എന്ന് പറയുന്ന ആയത്ത്, അതായത് നമ്മൾ തട്ടുതട്ടായിട്ടുള്ള വലിയ കെട്ടിടങ്ങൾ, കൊട്ടാരങ്ങൾ അവർക്കുണ്ട്.
കൊട്ടാരങ്ങളുടെ വിശേഷണങ്ങളൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനു പുറമെ ടെന്റുകളുണ്ട്. ഇതൊക്കെ ഹദീസുകൾ വന്ന കാര്യമാണ്. അതേപോലെ ഒരിക്കലും ഒരു ക്ഷീണമോ അങ്ങനത്തെ പ്രയാസമോ ഒന്നും എവിടെ ഉണ്ടാവില്ല, സ്വർഗത്തിലില്ല. അത് മലമൂത്ര വിസർജനം, അതേപോലെ തന്നെ മൂക്കിൽ നിന്ന് മൂക്കൊലിപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ അല്ല, സ്വർഗത്തിലില്ല. ഇതൊക്കെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇതേപോലെ നരകത്തിന്റെ ആളുകൾക്കുള്ള അവർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അവർക്കുള്ള ശിക്ഷകളൊക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ചിലത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഏതായാലും നമ്മൾ ഇത്രയും പറഞ്ഞത്, നമ്മൾ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആളുകളും അവർക്കുണ്ടാകുന്ന ദയനീയാവസ്ഥ, അതേപോലെ വലതുപക്ഷത്തിന്റെ ആളുകൾക്കുണ്ടാകുന്ന അവരുടെ സൗഭാഗ്യം, അവരുടെ സന്തോഷം, അതിനെക്കുറിച്ച് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു. പിന്നെ സ്വർഗത്തിന്റെ നരകത്തിന്റെയും പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് കുറച്ചാണെങ്കിലും ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവേണ്ടി? ഇതിങ്ങനെ കേൾക്കാന്ന് മാത്രമാണോ? അല്ല. നേരത്തെ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ, ഹദീസുകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലെപ്പോഴും അള്ളാഹു ഇതെനിക്ക് ലഭിക്കണം, അതിനനുസരിച്ച് നല്ല അമലുകൾ ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നരകത്തിന്റെ ഈ ആയത്തുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, അതിന്റെ ശിക്ഷ കേൾക്കുമ്പോൾ അള്ളാഹുടെ രക്ഷ തരണം. അതിൽ പെടാൻ കാരണമാകുന്ന തിന്മകൾ നമ്മൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് വിട്ടുനിന്ന് നല്ല ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഒന്ന് വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കട്ടോ, ആർക്കും വേണ്ട. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് കൊണ്ട് നമുക്ക് ഇരിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് ഇരുന്നാൽ മതി. പിന്നെ നിങ്ങളെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും വരാത്തവരുണ്ടോ? നിങ്ങൾ നോക്കിയോ ആരൊക്കെ പോയത്? പിന്നെ